ഈ ഗിൽറ്റിന് ഗ്രേറ്റ്ഫുൾ ആകുക. അപ്പൊ അങ്ങനെ എന്താണ് ഗിൽറ്റിന് ഗ്രേറ്റ്ഫുൾ ആകുക? ഇതെന്തൊരു പരിപാടിയാ? ഇതുവരെ ഞാൻ ഒരിടത്ത് കേട്ടിട്ടില്ല. ഞാൻ പല 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 ആൾക്കാരുടെയും പല പല കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം ലോകത്തിൽ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ആർക്കും മനസ്സിലാകാതില്ല. ഞാൻ പണ്ട് വളരെ വയസ്സായിട്ടുള്ള ദലൈലാമയുടെ സ്പീച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആള് പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയ അബദ്ധത്തിൽ പോയി ചാടും എന്ന ലെവലിലെ. അപ്പൊ ബേസിക്കലി ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഈ പറഞ്ഞ രീതിയിൽ പല ആൾക്കാർക്കും ഇല്ല. ആൾക്കില്ലെന്നല്ല, ജനറലി ആണ് പറയുന്നത്, പല ആൾക്കാർക്കും ഇല്ല. ഇമോഷണൽ ഫ്രീഡത്തിലേക്ക് ഹ്യൂമൻസിന് എത്താനായിട്ടുള്ള ഫാസ്റ്റസ്റ്റ് 6 ലൈൻ വഴിയാണ് ഇത്. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ആൾക്കാർക്ക് എത്താനുള്ള ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 6 ലൈൻ വഴിയാണ് ഈ ടെക്നിക്ക്, റാപ്പിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക്. അപ്പൊ ഈ റാപ്പിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ആക്ച്വലി ഇനീഷ്യലി ഒരു PhD സൈക്കോളജി ഉള്ള ഒരാളിൽ നിന്ന് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ഇൻവെന്റ് ചെയ്ത ഒരു ഐഡിയ ആണ്. ഇത് എവിടെയൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തോ അവിടെ എല്ലാം റാഡിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ളത്. ബിസിനസ്സിൽ മാത്രമല്ല ട്രാൻസ്ഫോർമേഷൻ, ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള സ്വിച്ച് ഹ്യൂമൻ അവരുടെ ലൈഫിന്റെ ട്രജക്ടറി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ പറയുന്നത് ഫോളോ ചെയ്താൽ മതി. ഇവിടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഡീപ്പായിട്ട് ഗിൽറ്റ് ഫീൽ ചെയ്തൊരു സിറ്റുവേഷൻ എടുക്കുക. ഓക്കെ, അപ്പൊ ആ സിറ്റുവേഷൻ എടുത്ത് അതിനെ ഞാൻ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പ്രധാന കാര്യം ചെയ്യണം. അധർമ്മം പ്രവർത്തിക്കില്ല. നിങ്ങൾ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ നിരീശ്വരവാദിയോ ജൈനോ ബുദ്ധിസ്റ്റോ ആയിക്കോട്ടെ, അധർമ്മം ചെയ്യില്ല എന്നൊരു കമ്മിറ്റ്മെന്റ് എടുക്കുക. നിങ്ങൾ അധർമ്മം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യില്ല. തെറ്റ് നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ തെറ്റെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യില്ല. മറ്റൊരാളെ ദ്രോഹിക്കുന്ന ഒരു കാര്യം ചെയ്യില്ല. നിങ്ങൾ അറിഞ്ഞ്, അറിയാതെ ചിലപ്പോൾ നിങ്ങൾ ആൾക്കാരെ ചിലപ്പോൾ ദ്രോഹിച്ചേക്കാം. അറിഞ്ഞ് നീ ഒരാളെ ദ്രോഹിക്കില്ല. മറ്റൊരാൾക്ക് ദൂഷ്യം വരുന്നൊരു കാര്യം ചെയ്യില്ല. നിങ്ങളുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേക്കാം, പക്ഷെ മറ്റൊരാളെ ദ്രോഹിക്കില്ല, അധർമ്മം ചെയ്യില്ല. ധർമ്മം മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ ധർമ്മം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചുള്ളത്, പക്ഷെ മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാകരുത്. ഗുഡ് ഫോർ ദ വേൾഡ് ആയിരിക്കണം, ഗുഡ് ഫോർ ദ കമ്മ്യൂണിറ്റി ആയിരിക്കണം, ഗുഡ് ഫോർ യു ആയിരിക്കണം. ഇതാണ് ധർമ്മം. ഗുഡ് ഫോർ യു, ഗുഡ് ഫോർ ദ കമ്മ്യൂണിറ്റി, ഗുഡ് ഫോർ ദ വേൾഡ്. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. ഇനി ന്യൂട്രൽ ആയിട്ടുള്ള കാര്യം വേണമെങ്കിലും ചെയ്യാം. ന്യൂട്രൽ ഫോർ ദ വേൾഡ്, ന്യൂട്രൽ ഫോർ ദ കമ്മ്യൂണിറ്റി, ഗുഡ് ഫോർ യു ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോഴും ഇറ്റ് ഇസ് ജനറലി നെറ്റ് പോസിറ്റീവ് ആണ്. ദാറ്റ് ഇസ് ഫൈൻ. പ്ലീസ്, നോട്ട് ഗുഡ് ഫോർ ദ വേൾഡ്, നോട്ട് ഗുഡ് ഫോർ ദ കമ്മ്യൂണിറ്റി, നോട്ട് ഗുഡ് ഫോർ യു ചെയ്യരുത്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഗിൽറ്റ് ഫീൽ ചെയ്ത ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. ഗിൽറ്റി ഇമോഷൻ ഫീൽ ചെയ്തൊരു സിറ്റുവേഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുക, ഈ ഗിൽറ്റ് എന്ന് പറഞ്ഞ ഇമോഷനെ പിടിക്കുക. ആ ഗിൽറ്റ് എന്ന് പറഞ്ഞ ഇമോഷനെ നിങ്ങൾ ഒരു പച്ചക്കടലാസ് കൊണ്ട് പൊതിയുക. ഈ പച്ചക്കടലാസിന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗിൽറ്റിന് നിങ്ങൾ വേണം ഒരു സെക്കൻഡ് കണ്ണടച്ചോ. ആരും അറിയണ്ട. ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമോഷൻ ഫീൽ ചെയ്തോട്ടെ. സങ്കടം വരുവാണെങ്കിൽ സങ്കടപ്പെട്ടുള്ളൂ. കരച്ചിൽ വരുവാണെങ്കിൽ കരഞ്ഞോളൂ. ചിരി വരുവാണെങ്കിൽ ചിരിച്ചോളൂ. അട്ടഹസിച്ചേക്കരുത്, ഞാൻ പേടിച്ചു പോകും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആ പച്ചക്കടലാസ് ആകുന്ന ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് പൊതിയുക. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രേറ്റ്ഫുൾ ആകുക ഇങ്ങനൊരു ഇമോഷൻ ഉണ്ടായതിന്. ഗിൽറ്റ് എന്ന് പറഞ്ഞൊരു ഇമോഷൻ നിങ്ങൾക്ക് ഉണ്ടായതിന്. ഗിൽറ്റ് എന്ന് പറഞ്ഞൊരു ഇമോഷൻ കാരണം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആയി. നിങ്ങൾ എത്ര അധർമ്മമായിട്ട് ഒരുപക്ഷെ പ്രവർത്തിക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നു. നിങ്ങൾക്കൊരു കോൺഷ്യൻസ് ഉണ്ടായി. ആ കോൺഷ്യൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റി അല്ലേ? നിങ്ങൾ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ആയി ഗിൽറ്റ് കാരണം. താങ്ക്ഫുൾ ആകുക. ഗിൽറ്റിനോട് താങ്ക്ഫുൾ ആകുക. താങ്ക് യു ഗിൽറ്റ്, നീ എൻ്റെ കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ ഗിൽറ്റ് ചെറുതായി വരുന്നതായിട്ട്. ഗിൽറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ആരോടാണ് നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ അയക്കുന്നത്? ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ ഓർക്കുക. അതിന് അതുകൊണ്ട് പൊതിയുക. വേറെ ആരോടാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അയക്കുന്നത്? അതുകൊണ്ട് പൊതിയുക. വേറെ ആരോടാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അയക്കുന്നത്? അതുകൊണ്ട് പൊതിയുക. എന്തിനാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അയക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അയക്കുന്നത്? എന്തിനൊക്കെയാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അയക്കുന്നത്? ഒരുപക്ഷെ വലിയ വലിയ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു വീട്ടിലിരുന്നാണ് കേൾക്കുന്നത്. നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉണ്ട്, ഒരു ഫോണുണ്ട്, സ്മാർട്ട് ഫോണുണ്ട്. ഗ്രേറ്റ്ഫുൾ ആകാം. എന്തുകൊണ്ടാണ്? വൈ ആർ യു ഗ്രേറ്റ്ഫുൾ? വൈ ആർ യു ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതിന് നന്ദിയുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദിയുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങളൊരു നന്ദിയുള്ള മനുഷ്യനായി, മനുഷ്യ സ്ത്രീയായി മാറിയത്? അതുകൊണ്ട് പൊതിയുക. വീണ്ടും പൊതിയുക. വീണ്ടും പൊതിയുക. ആളുകളെ കൊണ്ട് പൊതിയുക. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുള്ള ആളുകളെ കൊണ്ട്, നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള കാര്യം കൊണ്ട് പൊതിയുക. വൈ, എന്തുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത്? അതുകൊണ്ട് പൊതിയുക.
നിങ്ങളുടെ ഗിൽറ്റിനെ. ഗിൽറ്റ് മെൽറ്റ് ചെയ്ത് ഇല്ലാതായി മാറുന്ന കാണാം. ഇപ്പൊ എന്താണ് പുതിയ സാധനം? ഗ്രാറ്റിറ്റ്യൂഡാണ് പിന്നെ ഉള്ളത്.